Good morning, all. Welcome back to my classroom on QT and financial econometrics. So we know that we have covered already two modules in this course, QT and financial econometrics. So in the last module, we explained the theory of probability, and now you know how to solve various probability-related problems, how to measure the uncertainty based on addition theorem, multiplication theorem, conditional probability, and also last term Bayes theorem. So you are now very well know the concept and how to use it in different situations. So today we are moving to the next module. അടുത്ത മൊഡ്യൂളിലോട്ട് പോകുന്നു. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് probability distributions. So you please write down probability distribution. Okay. So what is a probability distribution? That is a question. So before that, you know, നമ്മൾ പല distributions പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് you know what is a frequency distribution. The frequency distribution എന്താണെന്ന് നമുക്കറിയാം. So we are collected data. Based on the data, we are organizing the data into its variable and its frequencies. ഓരോന്നിന്റെയും ആവൃത്തി വെച്ചിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതൊരു സിംഗിൾ വാല്യൂ ആയിരിക്കും, ഒരു ഹോൾ നമ്പർ ആയിരിക്കും അത് അസ്യൂം ചെയ്യുന്നത്, 0, 1, 2, 3 എക്സെട്ര. ദെൻ അതിന്റെ ഫ്രീക്വൻസി ചില സമയത്ത് ക്ലാസ് ഇന്റർവെൽസിലായിരിക്കും കാണിക്കുന്നത്, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ ദാറ്റ് യു നോ വെൽ. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഡാറ്റ കളക്റ്റഡ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഡാറ്റയെ വെച്ചിട്ട്, കളക്ട് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കാൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിലാണെന്ന് നിങ്ങളതൊക്കെ ബികോമിൽ ടാലി മാർക്കൊക്കെ വെച്ചിട്ട് ഫ്രീക്വൻസി ഒക്കെ കണ്ട് ഫ്രീക്വൻസി ടേബിളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ SPSS ഒക്കെ നമ്മൾ ലോട്ട് ഓഫ് ഫ്രീക്വൻസി ടേബിൾസ് വി പ്രിപ്പയർഡ്, നമുക്കറിയാം. അതൊന്ന്. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് റിസർച്ച് മെത്തഡോളജി പഠിച്ച കുട്ടികൾക്ക് അറിയാം. റിസർച്ച് മെത്തഡോളജി പഠിപ്പിച്ച ഞാനാണ് പഠിപ്പിച്ചത്. സോ വാട്ട് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ, അത് ഒന്ന് പറഞ്ഞ ലക്ഷ്മി, വാട്ട് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? ലക്ഷ്മി മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ, പെട്ടെന്ന് പറയൂ. ഞാൻ ഔട്ടായി പോയി. ഇല്ലല്ലോ, ലക്ഷ്മി അൺമ്യൂട്ട് ചെയ്യുന്നില്ല. യെസ്, അടുത്ത് ഹണി ഹർഷിതമൂർത്തി. ഓക്കെ, രേഷ്മ എന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. വാട്ട് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? എന്ന് പറയുമ്പോ എന്തുവാണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പാർട്ടാണ്. പിന്നെ പോപ്പുലേഷൻ സാമ്പിൾസ്, ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസിനെ പോപ്പുലേഷൻ ഇതാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ്. അല്ല, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫോംഡ് ഫ്രം ദ സ്റ്റാറ്റിസ്റ്റിക്. ഒരു സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കാൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ഫോർ എക്സാമ്പിൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ മീൻസ് കാണും. ഒരുപാട് സാമ്പിൾ എടുത്തിട്ട് ഓരോ സാമ്പിളിന്റെയും മീൻ കാണുന്നു. ആ മീൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട്, സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനി വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദ പോപ്പുലേഷൻ derived from the sample is called a statistic. അപ്പോൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കുകൾ വെച്ചുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കാൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് എറർ ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതല്ല നമ്മുടെ ടോപ്പിക്. സോ ദേ ആർ ഒബ്സർവ്ഡ്. ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നാലും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നാലും ഒബ്സർവ്ഡ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ബട്ട് വാട്ട് അബൌട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ?
Probability distributions are theoretical distributions. That is the first level. Probability distributions are theoretical distributions. Theoretical distributions. Distributions mathematically deduced, TDUCED, or mathematically calculated. So they are not actual distributions. That is actual observation based distribution. A mathematical model in the basic, a mathematical formula basis, നമ്മൾ derive ചെയ്തെടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് probability distributions എന്ന് പറയുന്നത്. So that is why it is probability distributions. They are not based on actual observations. They are mathematically calculated or mathematically deduced based on a formula. ഒരു mathematical formula വെച്ചിട്ടായിരിക്കും അത് deduce ചെയ്തെടുക്കുന്ന, derive ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെ derive ചെയ്തെടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ഫോർമുല. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ ബേസിസിലായിരിക്കും, പ്രൂഫോട് കൂടെ ആയിരിക്കും നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then probability distributions are of basically two types. One is discrete. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് discrete probability distribution, and second one, as you know, continuous probability distribution. So very simple, probability distributions are generally classified into discrete probability distributions and also continuous frequency distributions. Discrete probability distribution means the random variable. Random variable എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. Random variable is a variable from a random experiment. ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ നിന്ന് ഡിഡ്യൂസ് ചെയ്തെടുക്കുന്ന വേരിയബിൾസിനെയാണ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ എം ഗിവിംഗ് ദ വാല്യൂ എക്സ്. എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ and x can assume the value 0, 1, 2, 3 etc. only. Then we can say that is a discrete random variable. X എന്ന് പറയുന്ന വേരിയബിൾ you know that variable is a thing that varies. മാറിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ x is a random variable and that x can assume only whole numbers 0, 1, 2, 3 up to n, 0, 1, 2, 3 up to n, or we can say up to infinity. Then we can say that distribution is a discrete distribution. അപ്പോൾ ഇവിടെ നമ്മുടെ discrete distributionൽ, discrete probability distributionൽ, the random variable x can assume the values 0, 1, 2 up to whatever it may be n. 0, 1, 2 up to n. So the values are whole numbers. ഇതിൽ എടുക്കുന്ന values എല്ലാം എന്തായിരിക്കും? Whole numbers ആയിരിക്കും. 0 is a whole number, you know that. 0, 1, 2, 3 up to n values. So that distribution is a discrete distribution. But if the random variable x can assume any value within a range. Any value within a range means from minus infinity to plus infinity. Any value, even integer value, integral values, decimal values, fractional values, any value വേണമെങ്കിലും assume ചെയ്യാം. So we are giving a range here. ഒരു റേഞ്ചിനകത്താണ് assume ചെയ്യുന്നതെങ്കിൽ that distribution formed with a continuous random variable x is called the continuous probability distribution. So this is the basic categorization of probability distributions. Probability distributions are basically classified into two categories. Discrete probability distribution, where the random variable x can assume whole values, whole numbers from 0, 1, 2 up to n. But in the case of continuous probability distribution, the random variable x can assume any value within a range. Any value within a range means it can be from minus infinity to plus infinity. ഇങ്ങനെ പറയുകയാണെങ്കിൽ that is what is called a continuous probability distribution or a continuous distribution, mathematical distribution. Then അതങ്ങ് മാറ്റിയാണ്, അത് നിങ്ങൾ എഴുതി കഴിഞ്ഞു. Now we start with the discrete. നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. Discrete probability distribution. Discrete probability distribution. So you know that we are having a random variable x
and this x can assume the value 0, 1, 2, 3 up to n. Then we can call that distribution as a discrete probability distribution. Discrete probability distribution are of two types. രണ്ട് തരത്തിലുള്ള discrete probability distributions ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. Binomial distribution. The first category is called the binomial distribution. The second category is called the Poisson distribution. Poisson നമ്മൾ വായിക്കില്ല, Poisson ആണ് പറയുന്നത്, Poisson distribution. So binomial distribution and Poisson distribution are the two discrete PDs, discrete probability distributions, where our variable, random variable x can assume the value from 0, 1, 2, 3 up to, we can say, infinity. Okay, so that can assume only whole values. Then continuous PD. Continuous PD, you know that the random variable can assume any values within a range. Then continuous PD, the normal, the form of the basic distribution is normal distribution. നമ്മുടെ ഏരിയയിലോട്ട് വരുന്നുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അകത്താണ് ഏത് വരുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇതിലൊന്നും നമുക്ക് പഠിക്കേണ്ടത് ഇത് മാത്രം പഠിച്ചാൽ മതി. സോ യു ഷുഡ് ലേൺ ഓൺലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസിനകത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതൊക്കെ എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. What is an exponential distribution and what is a beta distribution? So now you are familiar with the concept, terms. ടേം എന്താണെന്നുള്ളത്, ടേമുകൾ എന്താണെന്നുള്ളത് കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി. So this is the classification of probability distributions. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ ശില്പ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നു. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് ഞാൻ കൊടുക്കുന്നു, അതായത് നിങ്ങളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് ഏരിയ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ വി ആർ മൂവിംഗ് ടു ദ ഫസ്റ്റ് ഡിസ്ക്രീറ്റ് PD. ആദ്യത്തെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്നു. സോ ദ നെയിം ഈസ് ബൈനോമിയൽ distribution. So what is a binomial distribution? A binomial distribution is a distribution with two outcomes. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ, when you do a random experiment, the value the x variable can assume only two values. X variable രണ്ട് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. One is called success, another one is called failure. So the two options before us is, one is what is known as success and another one is what is called failure. ഈ രണ്ട് ഓപ്ഷനെ അതിനകത്തുള്ളൂ, രണ്ട് ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ സക്സസ് ആകും, അല്ലെങ്കിൽ നമ്മൾ എന്താവും, ഫെയിൽ. സോ there is only two outcomes, success and failure. The probability for success is called small p, the probability of failure is called small q. സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ സ്മോൾ p കൊണ്ടും റെപ്രസെന്റ് ചെയ്യും, ഫെയിലിയർ ആകാനുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ സ്മോൾ q കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. അല്ലെങ്കിൽ സക്സസ് ഈസ് ഈക്വൽ ടു p, failure is equal to q, and that q is equal to 1 minus p. Why 1 minus p? And you know that total probability എപ്പോഴും ഒന്നാണ്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പ്രോബബിലിറ്റി റേഞ്ചസ് ഇൻ ബിറ്റ്വീൻ 0 and 1. അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് p കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? q കിട്ടും. അപ്പൊ ഒരിക്കലും പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒന്നിന് മുകളിൽ പോകത്തില്ല. പ്രോബബിലിറ്റി 1 മീൻസ് ഷുവർ ഇവന്റ് എന്ന അർത്ഥം. അപ്പൊ എന്റെ ഇന്റൻഷൻ ആണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് യു ക്യാൻ ഹാവ് ഓൺലി ടു ഔട്ട്കംസ് ഫോർ എ റാൻഡം എക്സ്പെരിമെന്റ്. നിങ്ങൾ നടത്തുന്ന എക്സ്പെരിമെന്റിൽ രണ്ട് ഔട്ട്കംസ് ഉണ്ടാവുള്ളൂ. വൺ ഔട്ട്കം ഈസ് എ സക്സസ് ഔട്ട്കം, അനദർ ഔട്ട്കം ഈസ് എ ഫെയിലിയർ ഔട്ട്കം. ദ പ്രോബബിലിറ്റി ഫോർ സക്സസ് ഈസ് notated by the letter small p and the probability for failure is notated by the letter small q. Then there is a model. You know that probability distributions are mathematical models. Mathematical models ആണ് probability distribution എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഇതിന്റെ കാണുന്നത്? നമ്മൾ അതിനെ we call it as what is known as a probability mass function. Probability mass function. So the probability mass function for this binomial distribution is notated by the term NCX. NCX. P raised to x, Q raised to n minus x.
Okay. So this is the model. This is the mathematical model for calculating the value of the random variable. You can write it as probability of what is x. Probability for x is equal to some value. X in the value in the chance. Probability for x is equal to a value is equal to NCX p raised to x q raised to n minus x. We can call it as a function of x. F of x. It's a function. Mathematics concept function. Function. Function production function, demand function. The f of x, the function of x is equal to NCX p raised to x q raised to n minus x. What is n? N means the total, the number of trials. Trials then x is the value of the random variable. X is the random variable value. P is the probability for success. Q is the probability for failure. Then x n minus x x n. So this rise to x rise to n minus x. Test NCR p raised to r q raised to n minus r. So you just follow this formula. So this is the mathematical model for what is known as a binomial distribution. So how to define it? Define x is a random variable. X is a discrete random variable that can assume the value 0, 1, 2, 3 up to n. Then the probability mass function for x is calculated using this model. F of x or p of x is equal to NCX p raised to x q raised to n minus x. So this distribution is known as what is known as a binomial distribution. Devika, clear ആയിട്ടുണ്ടോ? ഇത്രയും പറഞ്ഞത് clear ആണ് sir. Clear. Okay. So let us do some exercises. നമുക്ക് ഇതിന്റെ ബേസിസിൽ കുറച്ച് എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറിപ്പോകും. So we are doing one exercise based on this model. So write down this question. 4 coins are tossed simultaneously. Probability ആയിട്ട് ബന്ധപ്പെടുത്തണം. നമ്മുടെ പ്രോബബിലിറ്റിയുടെ കണ്ടിന്യൂഷനിലോട്ടാണ് പോകുന്നത്. 4 coins are tossed simultaneously. 4 coins are tossed simultaneously. What is the probability of getting 2 heads? What is the probability for getting 2 heads? What is the probability for getting 2 heads? നിങ്ങൾ ഈസി ആയിട്ട് അത് പറയും. കാരണം നിങ്ങൾ പ്രോബബിലിറ്റി പഠിച്ച കുട്ടികളാണ്. നിങ്ങൾ ആൻസറിൽ എത്തിക്കഴിയും. ഉടൻ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ യു ആർ സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3/8. കാരണം നമുക്ക് സാമ്പിൾ സ്പേസ് കൃത്യമായിട്ട് അറിയാം. 4 അല്ലേ? സാമ്പിൾ സ്പേസ് എഴുതിയാൽ മതി. ഇപ്പൊ HHT അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം 2/4 കേസസ് ഉണ്ട്. 2/4 രണ്ട് ഔട്ട്കംസ് ആണ് ഒരു കോയിനിൽ വരുന്നത്. 4 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. സോ യു ആർ ഹാവിംഗ് 2/4 കേസസ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പ്രോബബിലിറ്റി വെച്ചിട്ട് അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. വി ആർ കൺസിഡറിംഗ് ദിസ് ആസ് എ റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് 2 ഔട്ട്കംസ്. നമ്മൾ ഇതിനെ ഒരു രണ്ട് ഔട്ട്കം മാത്രമുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ യു ആർ tossing the coin 4 times. So we are taking n, the number of trials is equal to 4. N is equal to 4 because we are tossing 4 coins. നമ്മൾ 4 coins ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോസ് ചെയ്യുന്നത്. So we are taking n is equal to 4. And you know the probability for getting a head p is equal to 1/2 in a single coin. ഒരു സിംഗിൾ കോയിനിൽ ഒരു ഹെഡോ ടൈലോ വരാനുള്ള ചാൻസ് നമ്മൾ ഫേവർ ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ. ഹെഡ് ആണെങ്കിൽ ഹെഡ് വരാനുള്ള ചാൻസ് 1/2, ടൈല് വരാനുള്ള ചാൻസ് എന്ത് തന്നെയാണ് 1/2. സോ വി ആർ ഫേവറിംഗ് ഹെഡ് ഹിയർ. ഇവിടെ നമ്മൾ ഫേവർ ചെയ്യുന്നത് ഹെഡ് ആണ് ഫേവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്? 2 ഹെഡ്സ് കിട്ടാനുള്ള ചാൻസ് എത്ര? അതായത് എക്സിന്റെ വാല്യൂ, റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂ 2 ആവാനുള്ള ചാൻസ് എത്ര? റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂ 2 ആവാനുള്ള ചാൻസ് എത്ര? ഓക്കെ, നമ്മൾ പ്രോബബിലിറ്റി തിയറി വെച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. സോ വി ആർ റൈറ്റിംഗ് ദ മോഡൽ. അപ്പൊ ഇത് എഴുതിയല്ലോ, n is equal to 4, p
P is equal to 1 by 2, Q is equal to 1 by 2. So this is the values you are obtaining from the question. These values are the question values. So you write the formula, probability of x is equal to NCX P raised to x Q raised to n minus x. So Q raised to n minus x. That is the basic formula. Okay, so ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ അവിടെ തന്നെ എഴുതാം, കാരണം ബോർഡ് താഴെ കാണാൻ പറ്റില്ല. ഇത് മാച്ച് ഇട്ട് നിങ്ങൾ ഫോർമുല എഴുതിയിട്ട് നിങ്ങൾ ഇത് എഴുതണം. നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ് കാണേണ്ടത്. രണ്ട് ഹെഡ് കിട്ടാനുള്ള ചാൻസ്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് നിങ്ങൾ 4 എഴുതുക, സി അതുപോലെ എഴുതുക, then എക്സിന്റെ സ്ഥാനത്ത് 2 എഴുതുക. എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ LCX മീൻസ് 4C2. P raised to 2 means 1 by 2 raised to 2. Q raised to 2 means 1 by 2 raised to 4 minus 2. N minus x. See, NCX, P raised to x, Q raised to n minus x. N is equal to 4, x is equal to 2, 1 by 2 raised to x is equal to 2, 1 by 2 raised to n minus 2, that is equal to 4 minus 2. So calculate this value. This value you will calculate it. Okay, so you are getting the value 4C2 4C2 is equal to 4 into 3 divided by 1 into 2. 4C2 4 into 3 divided by 1 into 2. So you are getting the answer 6. 12 combination combination the principle ആണ് apply 4C2. So 4 into 3 divided by 1 into 2 ആണ് വരുന്നത്. അപ്പോൾ 1 into 2 cancel ആയി പോയിട്ട് you are getting 6. Then 1 by 2 raised to 2 means 1 by 4. 6 into 1 by 4 into ഇവിടെയും 1 by 2 raised to 2 തന്നെയാണ്, that is equal to 1 by 4. So 6 into 1 by 4 into 1 by 4. So that is equal to 6 divided by 16. ആണെങ്കിൽ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 6 divided by 16. 6 divided by 16 നമുക്ക് ആൻസർ കിട്ടും. ഏതാണ് സാമ്പിൾ സ്പേസ് എടുത്ത് നോക്കി അറിയാം. 16 ആണ് ടോട്ടൽ ഔട്ട്കംസ്, 6 ആയിരിക്കും ഫേവറബിൾ ഔട്ട്കംസ്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് വീണ്ടും ഇതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 3 by 8. So the answer is 3 by 8. സ്പീഡ് കൂടിയോ? ഇത് ക്ലിയർ ആണോ ദേവിക? സർ ക്ലിയർ ആണ്. ക്ലിയർ. സോ ദിസ് ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതൊരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോബബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസറിൽ എത്താൻ പറ്റും. ഈ ആൻസറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡറിംഗ് ദിസ് ആസ് എ റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് 2 ഔട്ട്കംസ് ഹെഡ് ആൻഡ് ടെയിൽ. ഹെഡും ടെയിലും വരുന്ന ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുത്തിട്ട് we are considering the values given, parameters given. N is equal to 4, P is equal to 1 by 2, Q is equal to 1 by 2. So this N, P and Q are called parameters. Get out. N, P and Q are called parameters, not statistics. N ഉം P ഉം Q ആണ് ഈ ഡിസ്ട്രിബ്യൂഷന്റെ എന്തെന്ന് പറയുന്നത്? പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. So we are, these distributions are representing population. ഈ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന എവിടെയാണ്? പോപ്പുലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ തിരിച്ചാണ്, സ്റ്റാറ്റിസ്റ്റിക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് ദിസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബീറ്റ ഗാമ ഡിസ്ട്രിബ്യൂഷൻസ് ആർ റെപ്രസെന്റിംഗ് ദ population. So we call these as parameters. N ഉം P ഉം Q നെയൊക്കെ നമ്മൾ ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൈയൊന്ന് ജസ്റ്റ് ഉയർത്തി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഈ ഫോർമുല ഒന്ന് കാണാതെ പഠിക്കുന്നു. NCX, P raised to x, Q raised to n minus x. സുജിത, എനിക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രോബ്ലം ഓക്കെ 2-3 പ്രോബ്ലം കൂടെ തരാം, എഴുതൂ. ക്വസ്റ്റ്യൻ നമ്പർ 2, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി വെച്ചിട്ട് അല്ല ചെയ്യേണ്ടത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്യണം. പ്രോബബിലിറ്റി വെച്ചും ചെയ്യാം, ഓക്കെ. പക്ഷെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് കളിക്കാരൻ, a batsman scores a century in a cricket match is 1/3. Probability that a batsman scores a century in a cricket match is 1/3. Question: find the probability that out of 5 matches
out of 5 matches, comma, he may score century out of 5 matches, comma, he may score century in question number 1, exactly 2 matches. Exactly 2 matches. Question number 2, no match. No match. ഇത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറഞ്ഞു തരും. ഓക്കെ, കാൽക്കുലേറ്റർ ഒക്കെ കയ്യിലുണ്ടല്ലോ, സോ യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നില്ല, പകരം യു ജസ്റ്റ് ഡു ഇറ്റ്. ആൻസർ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ കൈയൊന്ന് ഉയർത്തിക്കോളൂ. ഒരു ഹാൻഡ് ഐക്കൺ ഇരിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും ആൻസർ കിട്ടിയെങ്കിൽ. ആർക്കും കിട്ടിയില്ലേ? ഞാൻ ചെയ്യണോ? ധന്യ, ആൻസർ കിട്ടിയോ? സാർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. സാർ ആദ്യത്തേത് 80/243 ആണോ? ശരിയാണ് ശരിയാണ്, അതെ.
Sir, second 32/243 ആണോ? അതെ, കറക്റ്റ്. അതെ, ശരിയാണ്. 32/243. അത് ക്ലിയർ ആയിട്ടുണ്ട്. ശരി. എന്നാൽ 80/243 കിട്ടിയത് ധന്യ എക്സ്പ്ലെയിൻ ചെയ്യൂ. 32/243 കിട്ടിയത് രേഷ്മ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ധന്യ ആദ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യത്തെ N5 P തന്നിട്ടുണ്ട് 1/2, Q 1 - 1/3 എടുക്കണം. Q എന്ന് പറയുന്നത് 1 - P ആണ്ട് 1 - 1/3 എടുക്കുമ്പോൾ 2/3. പിന്നെ ഇക്വേഷൻ ഇടുമ്പം P of x is equal to 2 is equal to 5C2 1/3 raised to 2, 2/3 raised to 5 - 2. ശരി. അപ്പോൾ 5C2 എന്ന് പറയുമ്പോൾ 5 × 4 divided by 1 × 2. 1/3 2 ആകുമ്പോൾ 1/9. 2/3 raised to 5 - 2 ആകുമ്പോൾ 8/27. 27. Okay. So when you multiply, you will get 80/243. ശരിയാണ്. കിട്ടിക്കണം. രേഷ്മ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതില് P of x is equal to 0, 5C0, 1/3 raised to 0, 2/3 raised to 5 - 0 വരും. 5C0 എന്ന് പറയുമ്പോൾ 1 ആണ്. അത് കണക്ക് തന്നെ 1/3 raised to 0 1 ആണ്. പിന്നെ 2/3 raised to 5 എന്ന് പറയുമ്പോൾ 32/243. Okay, so that is the answer. ആർക്കെങ്കിലും സംശയം വന്നോ അതില്? ദീപിക, ഷാർഫ, അനി, ഇസ്മി, ആർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ഇങ്ങനെ തന്നെ കിട്ടില്ല. ഓക്കെ, അങ്ങനെ തന്നെ കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും കിട്ടി. അപർണ കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? അപർണ കിട്ടി. ഓക്കെ, അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അപർണ ചെയ്തിട്ട് ആൻസർ പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 8 unbiased coins were tossed. 8 unbiased coins were tossed simultaneously. 8 unbiased coins were tossed simultaneously. Sentence: find the probability of getting. Question number 1. Exactly 4 heads. Question number 2. No heads at all. Question number 2. No heads at all. Question number 3. 6 or more heads. 6 or more heads. Question number 4. At most 2 heads. At most, UTMOST. At most 2 heads. Question number 5. Number of heads ranging from 3 to 5. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. എളുപ്പത്തിൽ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. ആദ്യം 85/128 ആണോ? ശരിയാണ്. 32/128 അല്ലേ? 35/128. 70/256. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ 1/256. ശരി. മൂന്നാമത്തെ ചെയ്യുന്നേ ഉള്ളൂ സാർ. ശരി. ഹലോ സാർ. പറയ് ഹണി പറഞ്ഞോ. മൂന്നാമത്തെ ആൻസർ 13/256 ആണോ? അയ്യോ, അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് അല്ലേ? അപ്പൊ 8 ഹെഡ്സ് വരെ കിട്ടാലോ വേണമെങ്കിൽ, അല്ലേ? 6 അതിൽ കൂടുതലാകുമ്പോ 6 ആവാം, 7 ആവാം, 8 ആവാം. ശരിയല്ലേ? ഹണി പറഞ്ഞ ക്ലിയർ ആയോ? 6 കൂടുതൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചത്. അപ്പൊ 6 കൂടുതൽ ഹെഡ് എന്ന് പറയുമ്പോൾ 6 ആവാം, 6 ഓർ മോർ ഹെഡ്സ്. അപ്പൊ 6 ആവാം, 7 ആവാം, 8 ആവാം. അപ്പൊ പ്രോബബിലിറ്റി x = 6 കാണണം, പ്രോബബിലിറ്റി x = 7 കാണണം, പ്രോബബിലിറ്റി x = 8 കാണണം. ഇത് മൂന്നും കൂടെ കൂട്ടണം.